എല്ലാ മാന്യ പ്രേക്ഷകർക്കും അസ്ട്രോഫ്ലവർ ചാനലിലേക്ക് സുസ്വാഗതം. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പുതുപുത്തൻ പ്രതീക്ഷകളുമായി കണിക്കൊന്ന പൂക്കൾ വിരിയിച്ചുകൊണ്ട് ഇതാ മറ്റൊരു വിഷുകാലം കൂടി വരവായി. എല്ലാ വർഷവും മേടമാസം 1-ാം തീയതിയാണ് വിഷുദിനമായി വരുന്നത്. ഇപ്രാവശ്യം ഉദയാൽപരം മേടം 1-ാം തീയതി 8 നാഴിക 8 വിനാഴിക ചെല്ലുമ്പോൾ മാത്രമാണ് മേടം രാശിയിലേക്ക് രവി സംക്രമിക്കുന്നത്. അതായത് രാവിലെ 9:32 മാത്രം. അതിനാലാണ് മേടം 2 വിഷുദിനമായി വരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ നേരുന്നു. 2026 ഏപ്രിൽ 15 മുതൽ 2027 ഏപ്രിൽ 13 വരെയുള്ള ഒരു വർഷകാലത്തിൽ മേടക്കൂർ മുതൽ മീനക്കൂർ വരെ ഉള്ള 12 കൂറിൽപ്പെട്ട 27 നക്ഷത്ര ജാതർക്ക് വിഷുഫലം എങ്ങനെ എന്ന് പരിശോധിക്കാം. ആദ്യമായി മേടക്കൂർ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴികയിൽപ്പെട്ട 2.25 നക്ഷത്രക്കാർക്ക് എങ്ങനെയെന്ന് പരിശോധിക്കാം. സർവേശ്വരനായ ഗുരു ഇപ്പോൾ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇനി ജൂൺ 2-ാം തീയതി മുതൽ 4-ാം ഭാവമായ കർക്കിടകൻ രാശിയിൽ ഗുരു തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നു. 4-ാം ഭാവത്തിലെ ഗുരുവിന്റെ സ്ഥിതി ഗുണകരമല്ല. എങ്കിലും ഉച്ചരാശിയാകയാൽ 3-ലെ വ്യാഴത്തെക്കാൾ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾക്കാണ് ഏറ്റവും പ്രാമുഖ്യം. എന്നാൽ ഒക്ടോബർ 31 മുതൽ 2027 ജനുവരി 24 വരെ ഏതാണ്ട് 3 മാസകാലം ഗുരു പഞ്ചമത്തിലേക്ക് പ്രവേശിക്കുന്നു. നിവർത്തി സ്ഥാനത്തേക്കും ഭാഗ്യസ്ഥാനത്തേക്കും സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാൽ ഈ 3 മാസകാലം ഒട്ടുമിക്ക കാര്യങ്ങളും സാധിക്കുന്നതാണ്. എന്നാൽ കർമാധിപനായ ശനി 7ര ശനിയായി തുടരുകയാൽ നീരാഞ്ജനം ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ തുടരേണ്ടതാണ്. ഇതുവഴി ശനിഗ്രഹ ദോഷശാന്തി ലഭിക്കുന്നതാണ്. ഇടവക്കൂർ കാർത്തിക അവസാനത്തെ 45 നാഴിക രോഹിണി മകയിരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി കൂടിയായ 2.25 നക്ഷത്രങ്ങൾ ഇടവക്കൂറിൽ പെടുന്നു. ഈ വിഷുകാലം മുതൽ ഭാഗ്യാധിപനും കർമാധിപനുമായ ശനി ലാഭസ്ഥാനമായ 11-ാം ഭാവത്തിൽ തന്നെ തുടരുകയാൽ കർമ്മരംഗം അടിക്കടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എഞ്ചിനീയർമാർക്കും മറ്റും തങ്ങളുടെ മേഖലകളിൽ ഏറ്റവും ഔന്നത്യത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പൂർവീയ സ്വത്തുകളും ലഭിക്കുന്നതാണ്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരം തന്നെ. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും പൊതുപ്രവർത്തകർക്ക് ഉന്നതമായ സ്ഥാനലബ്ധിയും ഉണ്ടാവുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മന്ത്രിസ്ഥാനം വരെ ലഭ്യമാകുന്നതാണ്. എന്നാൽ ധനസ്ഥാനത്ത് സർവേശ്വരനായ ഗുരു നിൽക്കുന്നു. ജൂൺ 2-ാം തീയതി ഗുരു 3-ാം ഭാവത്തിലേക്ക് മറയുന്നു. 3-ലെ ഗുരു ഗുണകരമല്ല. ജൂൺ 1 മുൻപ് ലോട്ടറികളിൽ നിന്ന് പോലും വലിയ സമ്മാനങ്ങൾ നേടാൻ കഴിയുന്നതാണ്. മിഥുനക്കൂർ മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ 45 നാഴികയിൽപ്പെട്ട മിഥുനക്കൂറുകാർക്ക് ഈ വിഷുകാലം ഏറ്റവും മേന്മ നിറഞ്ഞ സമയം തന്നെയായിരിക്കും. ഒരു വ്യാഴവട്ടക്കാലത്തിൽ ധനസ്ഥാനത്ത് സർവേശ്വരനായ ഗുരു നിൽക്കുന്ന ഒരു വർഷമാണിത്. 12 രാശികളിൽ കൂടി ഗുരു സഞ്ചരിക്കുമ്പോൾ തന്റെ ഉച്ചരാശിയിൽ ഇരട്ടി ബലത്തിൽ കർക്കിടകൻ രാശിയിൽ ധനസ്ഥാനത്ത് ജൂൺ 2 മുതൽ ഒരു വർഷകാലം നിൽക്കുന്നു. ഏതെല്ലാം മാർഗെ ധനാഗമം ഉണ്ടാകാമോ ആ വഴികളിൽ നിന്നെല്ലാം ധനം ഒഴുകിയെത്തുന്നതാണ്. മിഥുനക്കൂറുകാരുടെ പഞ്ചമാധിപൻ, സപ്തമാധിപൻ, നിവർത്തികാരകൻ, മംഗല്യകാരകൻ, കർമാധിപൻ ഒക്കെയാണ് വ്യാഴം. ജനന സമയം ഗുരുവിന് മൗഢ്യമില്ലാതെ അഷ്ടമസ്ഥിതിയില്ലാതെ ഹംസമഹായോഗപ്രദനോ ഗജകേസരി യോഗപ്രദനോ ഒക്കെ യോഗം ചെയ്തു നിൽക്കുന്നവർക്ക് ബമ്പർ ലോട്ടറികളോ വിദേശത്തുള്ള വമ്പൻ ഭാഗ്യക്കുറികളോ ലഭിച്ചാൽ അതിശയിക്കേണ്ടതില്ല. നിവർത്തികാരകൻ കൂടിയായ വ്യാഴം ധനസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ ധനമില്ലാതെ തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നടക്കുന്നതാണ്. വിചാരിക്കുന്ന ഏത് കാര്യവും വിജയകരമായി തന്നെ നടപ്പിലാക്കുവാൻ കഴിയുന്നതാണ്. അവിവാഹിതരായ യുവതീ യുവാക്കളുടെ മംഗല്യം സർവ്വ തടസ്സങ്ങളും നീക്കി
മനസ്സിനിണങ്ങിയ ജോഡി തന്നെ വന്നു ചേരുന്നതാണ്. സ്ഥിരമായ സർക്കാർ ജോലിക്കായി റാങ്ക് ലിസ്റ്റിലും മറ്റും ഉള്ളവർക്ക് നിയമന ഉത്തരവുകളും ഈ കാലയളവിൽ ലഭിക്കുന്നതാണ്. വിദേശത്തും സ്വദേശത്തും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒപ്പം ജോലിക്കുമായി ശ്രമിക്കുന്നവരുടെയൊക്കെ ആഗ്രഹം സഫലീകൃതമാകുന്നതാണ്. നിങ്ങൾക്ക് കണ്ടകശനി കർമ്മത്തിൽ തുടരുകയാൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ ദർശനം, നീരാഞ്ജനം, എള്ളുപായസം കഴിക്കൽ, ശനിവാര വ്രതം മാസത്തിലൊരിക്കൽ എങ്കിലും പക്കപ്പുറന്നാൾ തോറും ഗണപതി ഹോമം ഒക്കെ നടത്തുക വഴി ശനി ദോഷശാന്തി വലിയൊരളവ് വരെ ലഭിക്കുന്നതാണ്. നവംബർ 12 മുതൽ ലാഭാധിപൻ ഭൂമികാരകൻ കൂടിയായ കുജൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുന്നു. 2027 മാർച്ച് 10 വരെ. കുജന്റെ ഇഷ്ടഭാവമാണ് 3-ാം ഭാവം. ഈ 4 മാസ കാലത്തിനുള്ളിൽ പുതിയ ഭൂമി വാങ്ങാൻ ഇരിക്കുന്നവർക്കും വിൽക്കാൻ ഇട്ടിരിക്കുന്നവർക്കും ഭൂമി സംബന്ധിയായ ക്രയവിക്രയങ്ങളിൽ കൂടിയും നല്ല ആദായം ലഭ്യമാകുന്നതാണ്. നവംബർ 1 മുതൽ ഡിസംബർ 2027 ജനുവരി 23 വരെ സർവേശ്വരനായ ഗുരു ചിങ്ങൻ രാശിയിലേക്ക് മാറുകയാൽ ഈ 85 ദിനങ്ങൾ അല്പം കാര്യങ്ങൾ മോശമായേക്കാം. വീണ്ടും 2027 ജനുവരി 24 മുതൽ ഏപ്രിൽ 14 വിഷുകാലം വരെ സർവേശ്വരനായ ഗുരു വക്രത്തിൽ വീണ്ടും കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കുക വഴി അതുവരെയും കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് 100% ഉറപ്പായി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനായി സാധ്യമാവുന്നതാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിഷുകാലം സമ്പത്തും സൗഭാഗ്യവും കർമ്മപുഷ്ടിയും കൊണ്ട് നിങ്ങളെ സമ്പന്നരാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കർക്കിടകക്കൂറ് ഉണർദം അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം അടങ്ങിയ 2.25 നക്ഷത്രങ്ങൾ കർക്കിടകക്കൂറിൽ പെടുന്നു. ജൂൺ 2 മുതൽ വേസ്ഥാനമായ 12-ാം ഭാവത്തിൽ നിന്നും ഗുരു ജന്മരാശിയിൽ പ്രവേശിക്കുന്നു. ജന്മവ്യാഴം ഗുണകരമല്ല എങ്കിലും 12-ലെ വ്യാഴത്തെക്കാൾ ഏറെ ഗുണകരമാണ്. വേസ്ഥാനത്തെ വ്യാഴം പാഴ്ചിലവുകൾ ധാരാളം വരുത്തിയിരുന്നു. ഗുരു തന്റെ ഉച്ചരാശിയിൽ നിന്നും പഞ്ചമത്തിലേക്കും സപ്തമത്തിലേക്കും ഭാഗ്യസ്ഥാനത്തേക്കും സമ്പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയാൽ ജൂൺ 2 ശേഷം വിചാരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കതും വിജയിപ്പിക്കുവാൻ കഴിയുന്നതാണ്. അവിവാഹിതരുടെ മംഗല്യവും യാഥാർത്ഥ്യമാവുന്നതാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചയും തന്മൂലം സാമ്പത്തിക ഗുണങ്ങളും കൈവരിക്കാൻ കഴിയുന്നതാണ്. ഒക്ടോബർ 31 മുതൽ 2027 ജാനുവരി 24 വരെ, അതായത് 85 ദിനങ്ങൾ, 3 മാസക്കാലത്തോളം ഗുരു ചിങ്ങൻ രാശിയിലേക്ക് ധനസ്ഥാനത്തേക്ക് എത്തുക വഴി നല്ല സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ കഴിയുന്നതും പൂർണ്ണമായും കടബാധ്യതകളിൽ നിന്നും മോചനം നേടാനും കഴിയുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറുകാർക്ക് ജൂൺ 2 വരെ സർവേശ്വരനായ ഗുരു സർവലാഭസ്ഥാനത്ത് നിൽക്കുന്നു. സർവലാഭസ്ഥാനമായ 11-ൽ ഗുരു പ്രവേശിച്ചിട്ട് ഏതാണ്ട് 10 മാസങ്ങൾ ആവുന്നു. ഇതുവരെയും ഗുണങ്ങൾ ലഭ്യമാവാതെ ഇരുന്നവർക്ക് 11-ലെ വ്യാഴം 12-ൽ ബേസ്ഥാനത്ത് പോകുന്നതിന് മുൻപായി വലിയൊരു സമ്മാനം നൽകിയിട്ടേ മടങ്ങുകയുള്ളൂ. കന്നിക്കൂറ്. ഉത്രത്തിൽ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി അടങ്ങിയതാണ് കന്നിക്കൂറ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടകശനി സപ്തമത്തിൽ നിൽക്കിയാൽ കാര്യങ്ങൾക്കൊക്കെ വിഘാതവും ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വേർപിരിയലും വിവാഹ തടസ്സങ്ങളും കണ്ടക ശനി ദോഷ പരിഹാരാർത്ഥം ശാസ്താവിങ്കൽ നീരാഞ്ജനം, ശനിയാഴ്ചകളിൽ ശനിവാരവ്രതം ഒക്കെ അനുഷ്ഠിക്കുക വഴി ദോഷങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ്. ജൂൺ 2-ാം തീയതി മുതൽ സർവേശ്വരനായ വ്യാഴം സർവലാഭസ്ഥാനമായ 11-ൽ പ്രവേശിക്കുന്നു. അതായത് 11-ലെ വ്യാഴകാലം ആരംഭിക്കുന്നു. 4-ാം ഭാവാധിപനും സപ്തമാധിപനും 7-ാം ഭാവാധിപനും നിവൃത്തികാരകനുമായ ഗുരുവാണ് സർവലാഭസ്ഥാനത്ത് തന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ ഒരു വ്യാഴവട്ടക്കാലത്തിലെ 11-ലെ ഉച്ചരാശിയിലെ വ്യാഴം പ്രവേശിക്കുക വഴി
4-ാം ഭാവം കൊണ്ട് വീട്, വാഹനം ഇവയൊക്കെ ദീർഘനാളായി സ്വപ്നം കണ്ടിരുന്നവർക്ക് അവയുണ്ടാവാനുള്ള യോഗം സമാഗതമാകുന്നു. ജനന സമയം ധനസ്ഥാനാധിപനും ഭാഗ്യാധിപനുമായ ശുക്രൻ മൗഢ്യമില്ലാതെ സ്വക്ഷേത്രത്തിലോ ഉച്ചരാശിയിലോ നിൽക്കുകയോ ഗുരു മൗഢ്യമില്ലാതെ നീചരാശി സ്ഥിതിയില്ലാതെയും ആണ് എങ്കിൽ വമ്പൻ ഭാഗ്യക്കുറികൾ കൂടി നിങ്ങൾ കോടിപതിയാകാൻ ഉള്ള അവസരമാണിത്. 12 വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന 11-ലെ ഗുരു നിങ്ങളെ കോടീശ്വരനാക്കുന്നതാണ്. ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെയും 2027 ജാനുവരി 24 മുതൽ 2027 ജൂൺ 24 ഇടയ്ക്കുള്ള സമയത്താവും ഭാഗ്യദേവതയുടെ കടാക്ഷം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഇതുവരെയും വിവാഹം തടസ്സമായി ഇരുന്നവർക്കൊക്കെ ഉത്തമ മംഗല്യ ഭാഗ്യവും വേർപിരിഞ്ഞിരുന്ന ദമ്പതികളുടെ പുനഃസമാഗമവും ഒക്കെ യാഥാർത്ഥ്യമായി തീരുന്നതാണ്. കന്നിക്കൂറുകാരുടെ ജീവിതത്തിലെ തന്നെ സുവർണ കാലഘട്ടമാവും ഈ വിഷുകാലം. അടുത്തതായി തുലാക്കൂറ്. ചിത്തിര അവസാന 30 നാഴിക, ചോതി വിശാഖം ആദ്യം 45 നാഴിക തുലാക്കൂറിൽ പെടുന്നു. തുലാക്കൂറുകാർക്ക് 4-5 ഭാവങ്ങളുടെ അധിപനായ ശനി രാജയോഗം ചെയ്ത് 6-ാം ഭാവത്തിൽ മീനം രാശിയിൽ ഈ വിഷുകാലം മുതൽ അടുത്ത 2027 ഏപ്രിൽ 13 വരെ മാറ്റമില്ലാതെ രാജയോഗം ചെയ്തു നിൽക്കുന്നു. എതിരാളികളെ കീഴ്പ്പെടുത്തി വിജയിക്കുന്നതിന് ഈ ശനി നിങ്ങളെ ഏറ്റവും സഹായിക്കുന്നതാണ്. ജൂൺ 2 വരെ സർവേശ്വരനായ ഗുരു ഉച്ചാരോപിയായി ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുകയാൽ പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിജയം സുനിശ്ചിതമാവുന്നതാണ്. ജൂൺ 2 മുതൽ സർവേശ്വരനായ ഗുരു കർമ്മത്തിൽ തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നു. ഇത് ഒരു വർഷകാലം 2027 ജൂൺ 25 വരെ തുടരുന്നതാണ്. ഇതിനുള്ളിൽ ഉന്നത സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നവർക്ക് സ്ഥാനചലനം അനുഭവപ്പെട്ടേക്കാവുന്നതാണ്. ഈ വർഷം ഒക്ടോബർ 31 മുതൽ 2027 ജാനുവരി 24 വരെ ഗുരു സർവലാഭസ്ഥാനമായ 11-ൽ പ്രവേശിക്കുന്നു. ഇതുവരെയും കർമ്മലബ്ധി ലഭിക്കാതിരുന്നവർക്കോ ജോലി നഷ്ടപ്പെട്ടിരുന്നവർക്കോ ഉന്നത കർമ്മലബ്ധി തന്നെ ലഭിക്കുന്നതാണ്. തുലാക്കൂറുകാർക്കും ഈ ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷമാവും 2026-2027 പകുതി വരെയുള്ള കാലഘട്ടം. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന 15 നാഴിക, അനിഴം, തൃക്കേട്ട അടങ്ങിയ 2.25 നക്ഷത്രങ്ങൾ വൃശ്ചികക്കൂറിൽ പെടുന്നു. ശനി പഞ്ചമത്തിൽ നിൽക്കിയാലും പഞ്ചമാധിപനും ധനസ്ഥാനാധിപനുമായ ഗുരു അഷ്ടമത്തിൽ നിൽക്കയാലും സന്താനങ്ങളെ കൊണ്ടുള്ള മനോദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും കടബാധ്യതകളും പാഴ്ചിലവുകളും നിങ്ങളെ ആകെ തളർത്തിയിട്ടുണ്ടാവാം. എന്നാൽ ജൂൺ 2 മുതൽ ധനസ്ഥാനാധിപനും പഞ്ചമാധിപനുമായ ഗുരു 9-ാം ഭാവത്തിൽ, അതായത് ഭാഗ്യസ്ഥാനത്ത് ഉച്ചരാശിയിൽ പ്രവേശിക്കുക വഴി ധനം വിവിധ മാർഗങ്ങളിൽ കൂടി പ്രവഹിക്കുന്നതാണ്. ലോട്ടറികളിൽ നിന്ന് പോലും ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെയും തുടർന്ന് 2027 ജാനുവരി 25 മുതൽ 2027 വിഷു കാലം വരെയും നിലയ്ക്കാത്ത ധനാഗമവും സന്താനങ്ങളുടെ ഉയർച്ചയും തന്നിമിത്തമുള്ള മനസന്തോഷവും അനുഭവയോഗ്യമാവുന്നതാണ്. അടുത്തതായി ധനുക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ 15 നാഴിക അടങ്ങുന്നതാണ് ധനുക്കൂർ. ഇപ്പോൾ ധനുക്കൂറുകാർക്ക് കണ്ടകശനി കാലമാണ്. രാശ്യാധിപനാണ് കണ്ടകശനിയായി നിൽക്കുന്നത്. ഇത് 4-ാം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ്. ജൂൺ 1-ാം തീയതി വരെ സർവേശ്വരനായ ഗുരു സപ്തമത്തിൽ നിൽക്കുന്നത് വലിയ ഒരു അളവ് വരെ ആശ്വാസം തന്നെ. എന്നാൽ സർവേശ്വരനായ ഗുരു ജൂൺ 2 മുതൽ അഷ്ടമത്തിൽ പ്രവേശിക്കുന്നു. സമയം വളരെയധികം മോശമാകയാൽ കണ്ടകശനി ദോഷപരിഹാരാർത്ഥം നീരാഞ്ജനം, എള്ള് പായസം, ശനിയാഴ്ചകളിൽ ശനിവാര വ്രതം, പട്ടപ്പുറനാൾ തോറും ഗണപതി ഹോമം ചെയ്യുക വഴി ദോഷശാന്തി ലഭിക്കുന്നതാണ്. രോഗവുമായി മല്ലിട്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ ആരോഗ്യസ്ഥിതി ജൂൺ 2-ന് ശേഷം വളരെ വഷളാവുന്നതാണ്. നവഗ്രഹ ശാന്തി ഹോമം
മൃത്യുഞ്ജയ ഹോമം പോലെയുള്ള വഴിപാടുകൾ ജന്മനക്ഷത്രത്തിൽ നടത്തുകയാണ് ഏക പരിഹാരം. ഒക്ടോബർ 31 മുതൽ 2027 ജാനുവരി 24 വരെയുള്ള സമയങ്ങളിൽ അഷ്ടമത്തിൽ നിന്നും ഗുരു 85 ദിനങ്ങളിൽ ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ഭാഗ്യാനുഭവങ്ങളും സാമ്പത്തിക പുരോഗതികളും കൈവരിക്കുന്നതാണ്. വീണ്ടും ജനുവരി 25 മുതൽ വ്യാഴം അഷ്ടമത്തിൽ പ്രവേശിക്കുന്നു. ധനുക്കൂറുകാർക്ക് ഈ വിഷുബലം ഗുണകരം എന്ന് പറയുക വയ്യ. അടുത്തതായി മകരക്കൂറ്. ഉത്രാടം അവസാന 45 നാഴിക, തിരുവോണം, അവിട്ടം ആദ്യ പകുതി അടങ്ങിയ 2.25 നക്ഷത്രങ്ങൾ മകരക്കൂറിൽ പെടുന്നു. 12 കൂറുകളിൽ ഏറ്റവും മുൻനിരയിൽ സർവേശ്വരനായ ഗുരുവും രാശ്യാധിപനും ധനസ്ഥാനാധിപനുമായ ശനിയും ഒരുപോലെ അനുഗ്രഹം ചൊരിയുന്ന മറ്റ് രാശികൾ വേറെ ഇല്ല എന്ന് തന്നെ പറയാം. രാശ്യാധിപനും ധനസ്ഥാനാധിപനുമായ ശനി 7ാം ശനിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും മോചനം നേടി 3ാം ഭാവമായ മീനം രാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുക വഴി ധനപരമായ ക്ലേശങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും എന്തിന് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളത് മുഴുവൻ 1.5 വർഷം കൊണ്ട് അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ രാജകാലം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ശനി ഇനി ജൂൺ 2 സർവേശ്വരനായ ഗുരു തന്റെ ഉച്ചരാശിയിൽ സപ്തമത്തിൽ നിവൃത്തി സ്ഥാനത്ത് മംഗല്യഭാവത്ത് ഒക്കെ പ്രവേശിക്കുക വഴി നിങ്ങൾ വിചാരിക്കുന്ന ഏത് കാര്യവും വിജയിക്കുന്നതാണ്, യാഥാർത്ഥ്യമാവുന്നതാണ്. ഭവനരഹിതർക്ക് ഭവനം, ജോലി ഇതേവരെ ലഭിക്കാത്തവർക്ക് പുതിയ കർമ്മലബ്ധി, ജനന സമയം, ഹംസമഹായോഗം, ഗജകേസരി യോഗം, ശശമഹായോഗം ഇവയുള്ളവർക്ക് സ്വദേശ വിദേശ ബമ്പർ ലോട്ടറികളിൽ നിന്ന് പോലും വൻ തുകകൾ പ്രതീക്ഷിക്കാം. ജൂൺ 2 മുതൽ ഒക്ടോബർ 30 വരെയും 2027 ജനുവരി 25 മുതൽ 2027 ജൂൺ 25 വരെയും ഉള്ള സമയമായിരിക്കും നിങ്ങളെ വമ്പൻ ധനാഗമവുമായി ഭാഗ്യദേവത കടാക്ഷിക്കുക. മകരക്കൂറുകാർ ഒരിക്കലും മറക്കാത്ത ഒരു വർഷമാവും ഈ വരുന്ന വിഷുകാലം. അടുത്തത് കുംഭക്കൂറ്. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ 45 നാഴികയടങ്ങിയ 2.25 നക്ഷത്രമാണ് കുംഭക്കൂറ്. നിങ്ങൾക്ക് ധനസ്ഥാനാധിപനും സർവലാഭാധിപനുമായ സർവേശ്വരനായ ഗുരു പഞ്ചമത്തിൽ നിൽക്കുക വഴി വലിയ ധനനേട്ടങ്ങൾ ജൂൺ 1 വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതുവരെയും അവ ലഭ്യമായില്ല എങ്കിൽ ജൂൺ 2 മുൻപായി തന്നെ വലിയ നേട്ടങ്ങൾ തന്നിട്ടാവും വ്യാഴം അടുത്ത രാശിയിൽ പ്രവേശിക്കുക. ജൂൺ 2 മുതൽ ഒക്ടോബർ 31 വരെ വീണ്ടും വ്യാഴം ശത്രു രാശിയിലേക്ക്, അതായത് 6ാം ഭാവത്തിലേക്ക് മടങ്ങുന്നു. ശനിയും പ്രതികൂലാവസ്ഥയിൽ. വീണ്ടും നവംബർ 1 മുതൽ 2027 ജനുവരി 24 വരെ ഉള്ള ഏതാണ്ട് 3 മാസക്കാലം ഗുരു സപ്തമത്തിലേക്ക് പ്രവേശിക്കുക വഴി വിചാരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ നടക്കുന്നതും നല്ല ധനാഗമം വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാവുന്നതും ആയിരിക്കും. ശനിയാഴ്ചകളിൽ നീരാഞ്ജനം, ശാസ്താക്ഷേത്രത്തിൽ പക്കപ്പുറനാൾ തോറും ഗണപതി ഹോമം, നവഗ്രഹ ശാന്തി പൂജകൾ ഒക്കെ വലിയൊരളവ് വരെ ദോഷങ്ങൾക്ക് ശാന്തി നേടിത്തരുന്നതാണ്. അടുത്തതായി മീനക്കൂറ്. പൂരുരുട്ടാതി അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി അടങ്ങിയ 2.25 നക്ഷത്രമാണ് മീനക്കൂറിൽ പെടുന്നത്. നിങ്ങളുടെ 7.5 ശനിയിലെ ജന്മശനികാലം തുടരുന്നു. കഴിഞ്ഞ 2 വർഷകാലമായി വ്യാഴവും പ്രതികൂലാവസ്ഥയിൽ ആയിരുന്നു. പല വിധത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങളും മാനഹാനികളും ഒക്കെ പലർക്കും സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഈശ്വരാധീനത്തിന്റെയും ഒക്കെ അധിപനായ വ്യാഴം ഗുരു പഞ്ചമത്തിൽ പ്രവേശിക്കുക വഴി നല്ല മനസന്തോഷം, സന്താനങ്ങൾക്കുന്നതി, സാമ്പത്തിക നേട്ടങ്ങൾ പല വിധേനയും ഇവയൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം. രാശ്യാധിപനും കർമാധിപനുമായ ഗുരു ഉച്ചരാശിയിൽ ബലവാനായി പ്രവേശിക്കുക വഴി ശാരീരിക സൗഖ്യം, മനസ്സിനും കുടുംബത്തിനും സന്തോഷം, കർമ്മരംഗത്ത് നല്ല പുരോഗതി, മുടങ്ങിക്കിടന്നിരുന്ന വിദ്യാപൂർത്തീകരണം ഇവയൊക്കെ സാധ്യമാവുന്നതാണ്.
ഒക്ടോബർ 31 ശേഷം 2027 ജനുവരി 24 വരെയുള്ള 85 ദിനങ്ങളിൽ ഗുരു വീണ്ടും ശത്രുരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ 85 ദിനങ്ങളിൽ അപകടങ്ങളോ ശസ്ത്രക്രിയകളോ ഒക്കെ വേണ്ടി വന്നേക്കാം. ഈ സമയം ശനി പ്രീതികരങ്ങളും വ്യാഴപ്രീതികരങ്ങളുമായ വഴിപാടുകൾ നടത്തുക വഴി രോഗങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ എല്ലാ ദോഷങ്ങൾക്കും ശാന്തിയും ലഭിക്കുന്നതാണ്. വീണ്ടും 2027 ജനുവരി 25 മുതൽ ഗുരു ജൂൺ 25 വരെ പഞ്ചമത്തിൽ വക്രഗതിയിൽ വീണ്ടും ബലവാനായി പ്രവേശിക്കുക വഴി കർമ്മ പുരോഗതിയും സാമ്പത്തിക മേന്മയും സന്താന സൗഭാഗ്യങ്ങളും അവർക്ക് എല്ലാവിധത്തിലുള്ള ഉയർച്ചയും അനുഭവപ്പെടുന്നതാണ്. ചുരുക്കത്തിൽ മീനക്കൂറുകാർക്കും നല്ല ആശ്വാസം ലഭിക്കുന്ന ഒരു വർഷം തന്നെയാവും ഈ വരുന്ന വിഷുകാലം. ഒരു പ്രത്യേക അറിയിപ്പ്: ആസ്ട്രോഫ്ലവർ ചാനൽ വൈവാഹിക കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനായി പലരുടെയും അഭ്യർത്ഥന മാനിച്ച് ആസ്ട്രോഫ്ലവർ മെട്രിമോണി രജിസ്ട്രേഷൻ ഇതിനോടകം തുടങ്ങിയ വിവരം നിങ്ങളെ അറിയിച്ചിട്ടുള്ളതാണല്ലോ. ജാതകം കൃത്യമായി പരിശോധിച്ച് പൊരുത്തം, പാപസാമ്യ ചിന്തന ഇത് പരമപ്രധാനമാണ്. പുനർവിവാഹ യോഗം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പ്രതിവിധികൾ. വിവാഹ സമയം ഇത് തന്നെയാണോ? ഉത്തമ വിവാഹത്തിന് തടസ്സങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ. ഈ വിവാഹങ്ങൾ യോജിപ്പിച്ചാൽ ദാമ്പത്യത്തിലെ ഉയർച്ച താഴ്ചകൾ, സന്താനഭാഗ്യം ഇവ കൃത്യമായും ചിട്ടയായും വിട്ടുവീഴ്ചയില്ലാതെ യോജിച്ചവ മാത്രമേ നിങ്ങൾക്ക് കൈമാറുകയുള്ളൂ. ഇത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. രജിസ്ട്രേഷൻ സംബന്ധിച്ച വിവരങ്ങൾക്കായി 9495542616 94 95 54 26 16 ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇവിടെ തീരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും സഹകരിക്കുമല്ലോ. നന്ദി, നമസ്കാരം.